65 വർഷത്തെ വിശ്വസ്തത, തലമുറകൾ നെഞ്ചേറ്റിയ ഗുണമേന്മയുടെ സമാനതകളില്ലാത്ത പാരമ്പര്യം. മനം കവരുന്ന പട്ടുസാരികൾ, ഡിസൈനർ വെയറുകൾ, മനോഹരമായ ലഹങ്കകൾ, പാർട്ടി വെയർ ചുരിദാറുകൾ, കുർത്തകൾ, ജെൻസ് കിഡ്സ് വസ്ത്രങ്ങൾ, കൂടാതെ എല്ലാത്തരം പ്രായക്കാർക്കുമുള്ള ലേറ്റസ്റ്റ് കളക്ഷനുകളുടെ വിപുലമായ ശേഖരം. കല കാലത്തിനൊപ്പം കമനീയമായി. കല ടെക്സ്റ്റൈൽസ്, ഓട്ടുപാറ. കോൺടാക്ട് 04884232 മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ നടുക്കത്തിൽ നാട് വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും സുരക്ഷിത വെടിക്കെട്ടിനായി വിഭാവനം ചെയ്ത കുണ്ടന്നൂർ ഫയർ പാർക്ക് പദ്ധതി അധികൃതരുടെ അവഗണനയിൽ നീളുന്നു. 2016 രൂപരേഖ തയ്യാറാക്കിയ പദ്ധതി 8 വർഷങ്ങൾക്കിപ്പുറവും ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. തൃശൂരിനെ സുരക്ഷിത വെടിക്കെട്ടിന്റെ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത ഈ പ്രപ്പോസൽ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ മുണ്ടത്തിക്കോട്ടെ പോലുള്ള വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം വീണ്ടും ചർച്ചയാക്കുന്നത് സുരക്ഷിതമായ പടക്ക നിർമ്മാണശാലകളുടെ ആവശ്യകതയാണ്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ 100 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ആധുനിക സജ്ജീകരണങ്ങളോടെ ഫയർ പാർക്ക് സ്ഥാപിക്കാൻ 2016 പദ്ധതി തയ്യാറാക്കിയിരുന്നു. മുൻ കളക്ടർ കൗശികൻ മുൻകൈയെടുത്ത് തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് നിലവിൽ കേരള സംസ്ഥാന വ്യവസായ വകുപ്പ് കോർപ്പറേഷന്റെ പക്കലാണ് ഉള്ളത്. എന്നാൽ വൻ സാമ്പത്തിക ബാധ്യത ചൂണ്ടിക്കാട്ടി സർക്കാർ ഇതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. അതീവ സുരക്ഷയോടെ ഫാക്ടറികൾ തമ്മിൽ നിശ്ചിത ദൂരപരിധി പാലിച്ചും ചൂട് ക്രമീകരിക്കാൻ സ്പ്രിംഗ്ലറുകൾ സ്ഥാപിച്ചും നിർമ്മിക്കുവാൻ ലക്ഷ്യമിട്ട ഫയർ പാർക്ക് പദ്ധതി ശിവകാശി ലോബിയുടെ ഇടപെടൽ മൂലമാണ് എങ്ങുമെത്താത്തതെന്ന് ആരോപണമുണ്ട്. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. അപകടങ്ങൾ നടക്കുമ്പോൾ കോടികൾ നഷ്ടപരിഹാരം നൽകുന്ന സർക്കാർ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ശാസ്ത്രീയമായ ഇത്തരം പദ്ധതികൾക്ക് തുക നീക്കിവെക്കാത്തത് മനുഷ്യജീവനോടുള്ള അവഗണനയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ഫയർ പാർക്ക് പദ്ധതി നടപ്പിലാക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. You are watching VCV News.